ആത്മബോധോദയ സംഘം കൊറ്റാർകാവ് ശ്രീ ശുഭാനന്ദാദർശാശ്രമത്തിലെ 144ാമത് ജന്മനക്ഷത്ര മഹാമഹത്തിന്റെ ഭാഗമായി യുവജന മഹിളാ സമ്മേളനം നടന്നു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആത്മബോധോദയ സംഘം മാവേലിക്കര കൊറ്റാർകാവ് ശ്രീ ശുഭാനന്ദ ആദർശ ആശ്രമത്തിലെ 144ാമത് ജന്മനക്ഷത്ര മഹാമഹത്തിന്റെ ഭാഗമായി യുവജന മഹിളാ സമ്മേളനം നടത്തി. ആശ അജേഷ് അധ്യക്ഷയായി. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യനെ തൊടാൻ ഭയപ്പെട്ടിരുന്ന ഒരവസ്ഥയുള്ള കാലത്ത് അതിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത്. കഠിനമായ തപസ്സിലൂടെയും ആത്മീയമായ ഉണർവിലൂടെയും അദ്ദേഹം ആർജിച്ചെടുത്ത വിവേകം കേവലം പ്രാർത്ഥനകളിലും ആത്മീയ പ്രവർത്തനങ്ങളിലും മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. മറിച്ച് വിശക്കുന്നവന് അന്നവും രോഗിക്ക് ചികിത്സയും അജ്ഞന് വിദ്യയും നൽകുന്നതാണ് യഥാർത്ഥ ദൈവികതയെന്ന് ലോകത്തോട് പറഞ്ഞ മഹാനായ ഗുരുവായിരുന്നു ശുഭാനന്ദ. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഇപ്പം വളരെ പ്രസക്തമല്ല. വളരെ പ്രസംഗത്തിൽ ആത്മീയമായ കാര്യങ്ങൾക്കാണ് വളരെ പ്രസക്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വസ്തുതയാണെന്നല്ല. ആ വസ്തുതയെ വിസ്മരിച്ചുകൊണ്ട് ശുഭാനന്ദ ഗുരുവിൻ്റെ ഒരു ഓർമ്മയും ഒരു ചരിത്രവും തലമുറയെ നമുക്ക് പഠിപ്പിക്കുന്നില്ല. ആ വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ വിശക്കുന്നവൻ അന്നം. സതീഷ് ഗോപി സ്വാഗതം പറഞ്ഞു. തത്വചിന്തകൻ രാധാകൃഷ്ണ പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി. രക്ഷാധികാരി സ്വാമി ബ്രഹ്മാനന്ദ ആശംസാ പ്രസംഗം നടത്തി. കർമ്മകർത്താവ് മഠാധിപതി ജ്ഞാനാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ട്രഷറർ വിജയമ്മ മോഹൻദാസ് നന്ദി പറഞ്ഞു. CDNet ന്യൂസ് മാവേലിക്കര.